കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എൻ്റെ അനിയൻ പാടിയ ഒരു പാട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ശകലം നിങ്ങളെ ഇതിൽ കൂടെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അവൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ പാടാറ്, അതായത് പാട്ടുകൾ ഏറ്റുപാടുക. അവന് കുറച്ചൊക്കെ സംഗീതം പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവന് പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ്, നന്നായി പാടുകയും ചെയ്യും എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കേൾപ്പിച്ച് തരാം. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം. പിന്നെ കമൻറ്റിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റും അടിക്കണം. ശരിക്ക് ഡിവോഷണലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിവോഷണലായിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഞാനിത് മുഴുവൻ പാടാൻ പറഞ്ഞപ്പോൾ അവന് ഒഴിവില്ല എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അവന് ഒഴിവില്ല എന്ന് മാത്രമല്ല, അവന് സമയമില്ല ശരിക്ക്, ജോലി തിരക്കുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അവന് അവസരം കിട്ടുമ്പോൾ മുഴുവനാക്കി പാടിയിട്ട് പാട്ടുകൾ ഇട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പാട്ട് തരുവാണെങ്കിൽ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ പാട്ട് ഇടാൻ പോവാണ് കേട്ടോ. മദഗജമുഖനേ ഗിരിജാസുധനേ ഗണപതി ഭഗവാനേ, മദഗജമുഖനേ ഗിരിജാസുധനേ ഗണപതി ഭഗവാനേ, മരുവുകനീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനേ, ശ്രീ ഹരനുടെ തിരുമകനേ. എല്ലാവരും കേട്ടല്ലോ. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു യേശുദാസ് എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കാറുള്ളത്. അപ്പോൾ അവൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടണം. അപ്പോൾ നന്നായി പാട്ടാണ് ഇനി താല്പര്യമുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സോങ് എടുത്തിട്ട് തരാനായിട്ട് ഞാൻ അവനോട് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ദിവസം തിരക്കായ കാരണം ഇടാൻ പറ്റിയില്ല. ഇനി ഒഴിവുപോലെയൊക്കെ ഇടാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.